ഹലോ, ഞാൻ ഈ തിരക്കിട്ടോടുന്ന് ഇങ്ങോട്ടാന്നോല വിചാരിക്കുന്നത്. അപ്പം ഇന്നാണ് നമ്മുടെ ആനുവൽ ഡേ. അപ്പോൾ അത് ഞാൻ അന്ന് എടുത്ത വീഡിയോ ആണ്. ആനുവൽ ഡേ കഴിഞ്ഞ് 2-ാം ദിവസമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എഡിറ്റ് ചെയ്തിടാനുള്ള ടൈം എടുത്തത് കൊണ്ടാണ്. കാരണം നമ്മളിത് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എത്തിയ പാടാൻ നമ്മൾ ഡ്രസ്സും ഓർണമെൻറ്റ്സും സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ മേക്കപ്പ് റൂമിലേക്ക് പോയപ്പോണ്ട് അവിടെ അശ്വതിച്ചിട്ടുണ്ട്, അതുപോലെ മേക്കിനുണ്ട്, നിമേഷേട്ടനുണ്ട്. അപ്പോൾ അവരൊക്കെ മേക്കപ്പിലാട്ടോ. അപ്പം നമ്മളിതാ ഇനി നേരെ പോകുന്ന ഡ്രസ്സിങ്ങിനാണ്. അപ്പം ഇതിന് ഫുള്ളായിട്ടുള്ള വീഡിയോ നോക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. ഡ്രസ്സിങ്ങിൽ നിന്നതിനെ കൊണ്ട് തന്നെ അവിടെയും കടമ്പ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് KGൻ്റെ സെക്ഷൻ ആട്ടോ. അപ്പോൾ ഇത് എൻ്റെ ജോക്കർ ടീമാണ്. പിന്നെ അതാ എൻ്റെ പാരഡാൻസിൻ്റെ പിള്ളേരാണ് ഇങ്ങനെ അലമ്പ് കാണിച്ച് നടക്കുന്നത്. പിള്ളേരെ പറഞ്ഞ കാര്യമില്ലേ. അങ്ങനെ ഇവരൊരാൾ നമ്മൾ റെഡിയാക്കിയാണ്, ഓരോരോ ടീമിനും നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത് നമ്മുടെ ഒപ്പന പിള്ളേരാണ്. ഇതൊക്കെ KG തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒപ്പനയിൽ നമ്മൾ മണവാട്ടി നമ്മൾ കുഞ്ഞു ആവുകയാണ് ഡ്രസ്സിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അവരുടെ ഐറ്റത്തിൻ്റെ അവർ സ്റ്റേജിൽ ചെയ്തതിന് ചെറിയൊരു വീഡിയോയും കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്കിത് ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ടും കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ആനുവൽ ഡേക്ക് ഇറങ്ങുന്ന നോമ്പുരയുടെ പേരിലാണ് നമ്മൾ കോട്ടയ്ക്കുള്ള നോമ്പുര ഡാൻസ് ആൻഡ് ഡ്രാമ അക്കാദമിയുടെ കീഴിലാണ് നമ്മൾ ആനുവൽ ഡേ വർക്കൊക്കെ കിട്ടാറുള്ളത്. അപ്പോൾ മാഷ് കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നതും. അപ്പോൾ എൻ്റെ പീക്കോക്ക് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമാണിത്. അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ഡാൻസ് പോലും കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ തെയ്യമുണ്ട്. ഈ തെയ്യം എന്ന് പറയുമ്പം എനിക്ക് ഇങ്ങനൊരു ഐറ്റം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് ഇങ്ങനെ തെയ്യത്തിന് ഒരു ഡാൻസുള്ള രീതിയിൽ ആദ്യം തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇത്ര പിള്ളേരൊന്നുമില്ലല്ലോ, ഫസ്റ്റ് കുറച്ച് പിള്ളേരൊക്കെ അതിലുണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങി കുറച്ചായപ്പം എനിക്ക് തോന്നി ഇതിലേക്കൊരു തെയ്യം തന്നെ ഇറക്കിയാൽ എന്താന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളിവിടെ തെയ്യത്തിന് ഈ പയ്യനൊക്കെ നമ്മൾ ഒപ്പിക്കുന്നതും പിന്നെ നമ്മൾ അങ്ങനെ മാറ്റി സെറ്റ് ചെയ്യണതും. അപ്പോൾ എനിക്കിത് സംഭവം സത്യം പറഞ്ഞാൽ ഇത് വേറെ യൂട്യൂബിൽ ഞാൻ കണ്ടതായിരുന്നൊരു വീഡിയോ. പക്ഷെ അതൊരു വലിയ പിള്ളേർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഐറ്റം ചെറിയ പിള്ളേരെ വെച്ച് ഞാൻ കുറേയൊക്കെ മാറ്റി. അതുപോലെ ഒന്നുമല്ല, അവർ ചെയ്തതും നമ്മൾ ചെയ്തതും കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും അതിമൊന്ന് ഒന്ന് ഇൻസ്പയർ ആയി വന്നോട്ടെ ഞാൻ ഇതിലേക്ക്. അപ്പം അങ്ങനെ ആയിട്ട് ചെയ്തതിന് ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ പിള്ളേരെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ പകലാണ് നടന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.